എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കമ്പം തേനി വഴി ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം കേട്ടോ. ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മളെ വാനായിട്ടാണ് പോണത്. വാൻ ലൈഫാണ് ചെയ്യാൻ പോണത്. നമ്മൾ വണ്ടിയിൽ നിന്ന് പാചകങ്ങളൊക്കെ ചെയ്യുക, നേരെ വണ്ടി തന്നെ കിടന്നുറങ്ങുക. അതാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ നേരെ പോയാലോ. എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെ കമ്പന്തേനി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കണം കേട്ടോ. നമുക്ക് പാചകത്തിനുള്ള ഗ്യാസ് കാര്യങ്ങൾ അതൊക്കെ ഫുള്ള് സെറ്റാക്കി വെക്കാണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മസാല പൗഡർ കാര്യങ്ങളൊക്കെ അതിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു ഗ്യാസ് അടുപ്പാണ് ഇതുള്ളത്. അതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ മസാലകളൊക്കെ ഫുള്ള് റെഡിയാണ്, എല്ലാ സെറ്റും കാര്യങ്ങളൊക്കെ. പല പാത്രങ്ങളും ഫുള്ള് റെഡിയാക്കി സെറ്റാക്കി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് 2 ക്യാൻ വേണം. കുടിവെള്ളമൊക്കെ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോയാലേ വേറെ തേണ്ടേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞാൽ 20 ലിറ്ററിൻ്റെ 2 ക്യാൻ ഇവിടെ. പിന്നെ നമ്മളെ കന്നാസിൽ ഈ സൈഡിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ ഒരു 12 ലിറ്ററിൻ്റെ, അതായത് ഈ സൈഡിൽ 12. അപ്പോൾ ടോട്ടലി നമുക്ക് ഏകദേശം 20, 40, ഒരു 19 ലിറ്റർ വെള്ളം അപ്പോൾ നമ്മൾ ഇതിൽ കുടിവെള്ളം കരുതി കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രം കഴുകാൻ എന്നൊക്കെ ഉള്ളത് എവിടുന്നേലൊക്കെ അറേഞ്ച് ചെയ്യാം. അതുപോലെ അരിച്ചിടുക, എന്നിട്ട് എണ്ണ കടിക്കുക. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ ടൗണിലെത്തി. അപ്പോൾ അവിടെ നിന്ന് CNG ഫുള്ളാക്കിയിട്ട് പോവാഴ്ച നിൽക്കാം. അപ്പോൾ ഇല്ലെങ്കിലും ഓൻ്റെ അമ്മ വീട്ടിൽ വിളിക്കാൻ മഞ്ചേരിക്ക് പോലെ സൈറ്റിലെ പോയി അവിടെ നടന്നു കപ്ലാനോ പോലെ ലോങ് ഏകദേശം നമ്മൾ കമ്പന്തേനി യാത്രയിൽ പഴനി എത്താനായിട്ടോ. പളനിക്ക് ഏകദേശം 30 കിലോമീറ്റർ 30 മിനിറ്റ് ടൈം. 1 കിലോമീറ്ററോടെ 1 മിനിറ്റ് അല്ലേ. അവിടെ നല്ല റോഡാണ്, നല്ല ഫുള്ള് സെറ്റ്. അപ്പോൾ നമ്മളെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത്. എവിടെയെങ്കിലും രാത്രി ചെറിയ റൂം എടുത്ത് നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി. കുറച്ച് ചൂടാവുകൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരി 3 ആളും കൂടി വണ്ടിയിൽ കടന്നുറങ്ങാനുള്ളൊരു സ്പേസ് ഇല്ല. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ റൂം എടുത്ത് അവിടെ തങ്ങും. നാളെ തണുപ്പുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 3 പേരും കൂടി വണ്ടിയിൽ സെറ്റാക്കും. അങ്ങനെയാണ് നമ്മളെ പ്ലാന്. അപ്പോൾ അതാ ഏകദേശം പഴനിക്ക് 29 കിലോമീറ്റർ, ഡിണ്ടിഗൽ 84, മധുരൈ 145. ഒരു രക്ഷയില്ല. ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ അതേമാതിരി ഉണ്ടോ. എന്താണ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും, ഫുള്ള് അടിപൊളി റോഡ്. ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ 1 മിനിറ്റും വേണ്ട. പക്കാ റോഡ്. പിന്നെ നമ്മളെ കേരളത്തിലെ ഹൈവേ ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അതേമാതിരി ഉണ്ടാവില്ലേ. ഇതിലേറെ സെറ്റപ്പ് ഒരുപാടല്ലേ വരാൻ പോണത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഴനി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എവിടെയെങ്കിലും റൂം കിട്ടാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഉത്സവം നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ തേനി റൂട്ടിൽ കുറച്ചും കൂടി ഒക്കെ നമുക്ക് പോകാനുള്ള റൂട്ടിൽ തന്നെ കുറച്ചും കൂടി പോയി നോക്കിയിട്ട് എവിടെയാണോ റൂമുള്ള വെച്ചാൽ അവിടെ നിൽക്കാൻ കുറച്ച് ആൾക്കൂട്ടം തിരക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു സൗകര്യം പോരാ. അങ്ങനെ നമ്മൾ പഴനി മലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിലല്ല, അങ്ങനെ കാണാൻ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി
പഴനിയിലെടുത്ത റൂമാണ് ഇട്ടത്, ചെറിയൊരു കോട്ടേജ്. അപ്പോൾ അതിൻ്റെ AC ഉള്ള ചെറിയ റൂമാണ് നമുക്ക് കിട്ടിയുള്ളത്. ഒരു 1200 രൂപയ്ക്ക് 3 ആക്കാനുള്ള AC ഉള്ള ചെറിയ റൂം. അപ്പോൾ ഇവിടെ കൊതൊക്കെ കാരണം നമുക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറക്കം മസ്റ്റാണല്ലോ ഒരു യാത്രയിൽ. അത് കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ആ റൂമൊക്കെ എടുത്ത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മളെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ചെറിയൊരു സംവിധാനമുണ്ട്. പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ ഭണ്ഡാരി മെയിൻ ആശാനാണ് കേട്ടോ. അടപ്പായസം, അടപ്രഥമൻ ആണെന്ന് വെച്ചാൽ മതി. കിട്ടിയില്ലേ? കട്ടിങ് പോയിട്ടില്ലേ? ആ ഏറ്റവും അടിയിലുണ്ടോ അവിടെ അതിൻ്റെ തന്നെ. ആ ഒരു 3 പ്ലേറ്റ് എടുത്തോ, അല്ലെങ്കിൽ 4 എടുത്തോ, കേക്ക് വെക്കാം നമുക്ക്. ജയിലിലുള്ള ആ ഈ ലാസ്റ്റ് സ്വിച്ച് ഉണ്ടാവും. അതിൽ എല്ലാവരും കത്തുണ്ടല്ലേ? ഞാൻ ഓഫ് ആയി. അടുത്ത കോട്ടേജ് കേട്ടോ. നൈറ്റ് ആവുകൊണ്ട് നമ്മൾ ഈ വിഷ്വലൊന്നും പകർത്താൻ പറ്റിയില്ല. ഇതാ പഴനിമല, അതിൻ്റെ തൊട്ടടുത്താവുമ്പോൾ തന്നെ നമ്മളെ കോട്ടേജ് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറി കടയിൽ നിന്ന് ചെറിയൊരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇനി നേരെ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏതായാലും പോയേക്കാം നമുക്ക്. എന്താണ് പോയിട്ടില്ല? അങ്ങനെ നമ്മൾ രാവിലെ നേരെ ഏകദേശം ഒരു 100 കിലോമീറ്റർ റൺ ചെയ്തിട്ടോ. നമ്മൾ 6 മണിക്ക് എണീറ്റ് ഒരു 6:15 ആകുമ്പോൾ നമ്മൾ പോകും. 5 മണിക്ക് കഴിഞ്ഞിട്ട് 6:15 ആകുമ്പോൾ പോകും അല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ രാവിലെ ഉപ്മാവായിട്ട് രാവിലത്തെ ചായയിൽ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കുബ്ബൂസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റല്ലേ. പാത്രങ്ങൾ അത് ചെറുതായിട്ട് നമ്മൾ ഓ നോക്കി അല്ല ഓമ്മേ ആ വണ്ടി പോകണ്ടേ. ഇതെല്ലാം കാണാം. സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? മുറിച്ചടാ. മൂട് വെട്ടത് ഇഷ്ടമല്ല. ആദ്യം പപ്പടം പൊരിക്കണം നല്ല ഇറങ്ങി. പപ്പടം വേണ്ട, അച്ചാറും കൂടി തിന്നാം. ഒരു ചെറിയ വന്നോട്ടെ. അടപ്പെങ്കെ തുടക്കണോ? കുറച്ച്
കുറച്ചും കൂടി എണ്ണ ഒഴിക്കണോ? തോടെ എണ്ണ ഒഴിക്കണോ? മൂക്കട്ടെ അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ തേനി കഴിഞ്ഞ് കമ്പം റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കമ്പത്തെ മുന്തിരിത്തോട്ടത്തൊക്കെ കവർ ചെയ്യാറ് അങ്ങനെ പോയതാണ്. അപ്പോൾ തേനീന് ഇതേമാതിരി ഒരു വൈഗ ഡാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അങ്ങനെ ഡാം കാണാനുള്ളൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉള്ളേരിയയിൽ കൂടെ ഇതിലേക്ക് കറങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ കമ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റോഡാണ്. അവിടെ ടോൾ ഗേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ എത്ര ഫാസ്റ്റാഗ് ഉണ്ടോണ്ട് എത്ര പൈസ 60-70 അവിടെയും കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് പോയേക്കാം. വലിയൊരു അമ്പലേ. വെരി ഗുഡ്. സംഭവത്തിൽ ഫാസ്റ്റാഗിന് പൈസ ഉണ്ടെങ്കിൽ നല്ല സുഖമല്ലേ പരിപാടിയാണ്. ഗ്യാസ് ചില്ലറ മേടിച്ച് കുറേ ടൈം പക്ഷെ കുറച്ച് പൈസ ഒരു കുറയ്ക്കണല്ലേ ഈ ഇതിനകത്തുള്ളത്. ഞമ്മക്കൊക്കെ തിന്നാളെ നെല്ലാണ് ഈ ചാക്കായി കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ടോ അതോ വേറെ എങ്ങോട്ടും കയറ്റി വരണാവോ? കേരളത്തിക്ക് നെല്ലൊക്കെ ഇറങ്ങാൻ ഉണ്ടാവൂലേ? രണ്ട് സൈഡിലും പുളിമരങ്ങൾ ഈ തമിഴ്നാടിൻ്റെ റോഡിൽ നല്ലൊരു ഭംഗിയല്ലേ, തണലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതുപോലത്തെ പുളി വരെ വരയ്ക്കുക ഇവിടുത്തെ ടെൻഡെടുത്ത് മൊത്തം കയറത്ത് വരയ്ക്കണ്ടാവില്ല. ഇവിടെ തോലുവർക്ക് ഉണ്ടാവും അല്ലേ? ആ വേണ്ട, അത് കൊടുക്കും, കുഴപ്പമില്ല. ആ ഇപ്പം ഉച്ചയ്ക്കുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ എന്താ വെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ 220 ഇറച്ചിക്ക്. കറക്റ്റ് കട്ടിങ്. പോണ റോഡില് ഫുള്ള് കണ്ണെത്താ ദൂരത്ത് നല്ല പാടങ്ങളുണ്ട്. നെൽപ്പാടങ്ങൾ ഇങ്ങനെ ആടെ കാണിച്ചത് ഫുള്ള് നെല്ല് കൊയ്തിട്ട കാഴ്ചന് കാണുന്നത്. ഇതൊക്കെ ആ നെല്ലിങ്ങനെ വിളയുന്ന ടൈമിലുള്ളൊരു കാഴ്ച ഉണ്ടാവും. അടിപൊളി ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കമ്പം മുന്തിരിത്തോട്ടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ. ഇവിടെ കുറേ കണ്ണെത്താ ദൂരത്ത് ഫുള്ള് മുന്തിരിത്തോട്ടം തന്നെയുണ്ട്. കയറുന്ന വാതന അവിടെ പറിക്കണ്ടല്ലോ. ആ അതിനുള്ളൊക്കെ ആളുകൾ പറിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കമ്പം മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കാണാനായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ അപ്പോൾ തന്നെ പറിച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കൽ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരി പറിക്കരുത് എന്ന്. കാരണം വെള്ളഞ്ഞ് 3 തോട്ടം കണ്ടില്ലാറുണ്ടല്ലോ. കാഴ്ചകളിലേക്ക് പോകാം. ഇതല്ല ഫസ്റ്റ് ഇത് വർഷത്തിൽ എത്ര തവണ അപ്പം അങ്ങനെ നമ്മൾ കമ്പം ഒരു മുന്തിരിത്തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത്. ഫുള്ള് മുന്തിരിത്തോട്ടം പന്തലും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തിൽ നല്ലൊരു തണലും നല്ലത്. ഞാൻ ആദ്യമായിട്ട് കാണട്ടെ. അതുകൊണ്ടൊക്കെ ഭയങ്കര അത്ഭുതം. കുറേ കൂട്ടമായി വരുമോ ജനങ്ങൾ? പെരുന്നാൾ
മാസം കൊണ്ടാവും? അടുത്ത മാസം. ആ കാണുന്ന തോട്ടത്തിലൊക്കെ ഫുള്ള് പച്ച മുന്തിരി ഉണ്ടോ, പക്ഷേ കണ്ടാൽ നമ്മൾ പച്ചയാണെങ്കിലും അത് ഒരു മാസം കൊണ്ട് ഏകദേശം ഇതേപോലെ നല്ല കറുത്ത മുന്തിരിയായിട്ട് വരും. ഒരു മാസം ഏകദേശം 3 മാസമാണ് ഇതിന് ടൈം കാണുന്നത് വില കൊടുക്കാനുള്ളത്. അപ്പോൾ അതേമാതിരി 30 ഏക്കറിന് ഇവിടെ മൊത്തം തോട്ടം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരു ഭാഗം മൂപ്പായി വരുമ്പോഴത്തേനും മറ്റേ ഭാഗം അടുത്തത് ഇതേമാതിരി ഇങ്ങനെ കിളിർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ കമ്പം തേനി റൂട്ടിൽ നാഷണൽ ഹൈവേ തന്നെയാണ് നമ്മൾ ഈ മറ്റേ തോട്ടമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനും നല്ല ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നേരെ ഇവരോട് പറഞ്ഞാൽ മുന്തിരി ജ്യൂസൊക്കെ ഇവിടെ തന്നെ അടിച്ചു തരും. അതേപോലെ തന്നെ മുന്തിരി വൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ പരിചയപ്പെട്ട് സന്തോഷപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്നെത്തി എന്തായാലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ കമ്പത്തുനിന്ന് ജസ്റ്റ് പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളെ കയറ്റി കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് നമ്മളെ കുശലം പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള പരിപാടി. അപ്പോൾ അതിനിടയ്ക്ക് അവരെ കുറച്ച് കാര്യങ്ങൾ അവർ വന്ന കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഒരു വൈബാക്കി എടുത്തു. അവിടെ എല്ലാവരും ഒന്ന് പരിചയം പുതുക്കാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചിട്ടോ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു തുടക്കം കുറിച്ച് അവിടെ. ഇവിടെ മുന്തിരി കാണാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് തൈ മേടിക്കാനും പറ്റും. ഇത് എത്രയായിട്ട് റേറ്റ്? 35 വന്നിന്. ഇത് ഏതാ, ബ്ലാക്ക് ആണോ അതോ ഇതന്നെ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഏതായാലും ഒന്നരി ഒരു 3 തൈ ഒക്കെ എടുക്കല്ലേ. ബ്ലാക്ക് ഇതെന്താ പറഞ്ഞ ഒന്ന് എടുക്കല്ലേ, ഇനി വെച്ചാനോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടം കണ്ട് കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് 2 മുന്തിരി തൈയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. 30 രൂപ 35 രൂപയാണ് അവിടെ റേറ്റ്. മൊത്തം 4 മേടിച്ചു ഞങ്ങൾ കേട്ടോ. അതൊന്നും എനിക്കിവിടെ ഓക്കെ. അപ്പോൾ അവിടുന്ന് കുറച്ച് നമ്മൾ പാലക്കാരൊക്കെ പരിചയപ്പെട്ട് 12 മാസം കൊണ്ടാവും മിക്കവാറും. 15 മാസം കൊണ്ടാവുന്നു. അതായത് ഒന്ന് കൊണ്ട് കുഴിച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ള ഒരു സ്ഥലം. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാം. നമ്മൾ കമ്പം മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ടൈം 1 മണിയായിട്ടോ. അപ്പം കുറച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വണ്ടി സൈഡാക്കിയിട്ട് അവിടെ നല്ല കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി സെറ്റ് ആയിക്കൊണ്ടിരിക്കാൻ. നമ്മൾ ഇന്ന് വലിയൊരു ടേബിൾ എടുക്കാനുള്ളത് മറന്നു. അത് ഭയങ്കര പോരായ്മയായി. അപ്പോൾ ഈ ചെറിയ ടേബിളും വെച്ചിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റവ് ഉണ്ട്. സ്റ്റവ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. എന്താ മോനെ കേട്ടോ. അപ്പോൾ നമുക്ക് അരി വയ്ക്കാം. അപ്പോൾ എന്നും നെയ്ച്ചോറും ചിക്കൻ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? എന്നാൽ ബിരിയാണി ആക്കാലോ? എന്നാൽ ബിരിയാണി ആക്കാം. വെറൈറ്റി ബിരിയാണി. എല്ലാ പ്രാവശ്യം നമ്മൾ നെയ്ച്ചോറാണ് പറഞ്ഞത്. കാര്യങ്ങൾ പറയുന്നത് എന്താവും എന്നുള്ള പിന്നും പറയാം. തൂക്കം ഉണ്ടാവില്ല. കുറച്ച് വെള്ളം ചൂടി പറയാം. അല്ലാതെ ഇത് നമ്മൾ നല്ല മിൽമേൻ്റെ തൈര് കേട്ടോ. നല്ല കട്ട തൈര്. എന്നിട്ട് നമുക്ക് കൂടുതൽ ഇതൊന്നും മസാല സെറ്റാക്കി
ട്രാക്ടർ കേട്ടോ. ഇത് കുറച്ച് വെള്ളം വാരിയിട്ടല്ലേ. ഇപ്പം നമ്മളെ മസാലയൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഒരു വെറൈറ്റി ഇപ്പോഴത്തെ പുതിയ മോഡൽ വെക്കാം. അതായത് ഫുള്ള് പച്ച മസാലയിൽ തമിഴ്നാടും കേരള സൈഡും കൂടി കൂട്ടിയുള്ളൊരു ഒരു ബോർഡർ സ്റ്റൈൽ ബിരിയാണി. നാട്ടുകോഴി ഇതൊന്ന് ഒരു 1.5 മണിക്കൂറാണ് ശരിക്കും വെക്കേണ്ടത്. അപ്പം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വിഷം കുറച്ച് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റ് വെച്ചിട്ടേ അങ്ങനെ നമ്മളെ ചോറൊക്കെ ഏകദേശം ഒരു ഹാഫ് വേവായപ്പോൾ നമ്മളെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചിട്ടുണ്ട്. കുറഞ്ഞ ഇപ്പോൾ കണലൊന്നും നമുക്ക് ഇടാനില്ല. അപ്പോൾ കുറഞ്ഞ തീയിൽ കുറച്ച് നേരം കൂടി എന്നാൽ സെറ്റാക്കിയിട്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഏകദേശമൊക്കെ കൊണ്ടുപോകും. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ ഫുൾ സെറ്റാണ്. അതായത് സാറ ഇടാ സൂപ്പർ കേട്ടോ, സൂപ്പർ. അതിൽ ഇത് സംഭവം എന്ന് വെച്ചാൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കാത്തൊരു പരിപാടി. ലാസ്റ്റ് കുറച്ച് നെയ്യ് മാത്രം ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യണം. കുറച്ച് തൈര് കേട്ടോ. അപ്പോൾ കേസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. ഇനി തേക്കടി ഭാഗത്തേക്ക് പോയി കേരള ബോർഡർ കടന്ന് നമ്മൾ നേരെ തേക്കടി പോയി അവിടെ കാണാനുള്ള കാഴ്ചയൊക്കെ നേരെ നാട്ടിലേക്ക് പോകട്ടോ. അങ്ങനെ നമ്മൾ കേരള ബോർഡർ എത്താൻ പോകാൻ കേട്ടോ. നേരെ തമിഴ്നാട് കടന്ന് ഇതാ കേരള ബോർഡറിൽ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകണ പൈപ്പ് കേട്ടോ. അതിൻ്റെ വണ്ണം കണ്ടങ്ങൾ ഏകദേശം ഒരു 5 അടിയിലേറെ വണ്ണുണ്ട് ഓരോ പൈപ്പ്. അങ്ങനത്തെ 4 പൈപ്പിലായിട്ട് അങ്ങനെ വെള്ളം കൊണ്ടുപോകാം. അപ്പം നമ്മൾ കമ്പത്തുനിന്ന് തേക്കടി പോണ ചെറുത്തുമുള്ള കാഴ്ചയുണ്ട് കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് മുല്ലപ്പെരിയാറിന് തമിഴ്നാട് വെള്ളം കൊണ്ടുവന്ന പൈപ്പിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ തമിഴ്നാട് കേരള ബോർഡർ ഏകദേശം കുമിളി ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്താ പറയുക, നമ്മളെ തമിഴ്നാട്ടിലേക്കുള്ള ജലസേചനം, അതായത് മറ്റേ മുല്ലപ്പെരിയാറിന് വെള്ളം കൊണ്ടുള്ള പൈപ്പ് അതിന് മറ്റേ പൈപ്പിൻ്റെ വണ്ണം അതുണ്ടാക്കിയിട്ടുള്ള ആ ഭീമും കാര്യങ്ങളൊക്കെ നോക്കി പാറപ്പുറത്ത് കൂടെ. അങ്ങനെ നമ്മൾ ബോർഡർ കടന്നത് വീണ്ടും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുമളി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിനി നേരെ തേക്കടി മൂന്നാർ എടുത്ത ഭാഗത്ത് ഇതാണ് മൂന്നാർക്ക്. നമ്മളെ കുമളിയിൽ നിന്ന് ഏകദേശം തേക്കടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 3 മണിക്ക് വരെയൊക്കെ കയറ്റി വിടുള്ളൂ അറിയില്ല. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ എത്തിയപ്പോൾ ടൈം ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും. ഏകദേശം കൊടുങ്കാടിലൂടെ ഉണ്ട് പോകുന്നത്. ഫുള്ള് ആനയും കുതിരയും മയിലും മാനും ഓട്ടൊക്കെ ഉള്ള കൊടുങ്കാടിലൂടെ പുഴിയാന. നല്ല മഴ അങ്ങനെ ചെറുതായിട്ട് തുള്ളിട്ടുണ്ട് കേട്ടോ. നല്ല മണ്ണിൻ്റെ പുതു മഴ പെയ്ത് മണ്ണിൻ്റെ സ്മെല്ലും ഒരു പ്രത്യേക അനുഭൂതിയാണിത്. അസ്ലമോയം പറഞ്ഞാല് കുലിക്കാതെ പോടെ ആക്കണു. മലയണ്ണൻ 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 അതവിടെ അതവിടെ. അങ്ങനെ നമ്മളെ ഈ ചാറ്റൽ മഴയത്ത് ഇടുക്കീൻ്റെ
തേയിലത്തോട്ടത്തിൽ അടുക്ക് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ കട്ടൻ ചായ പരിപ്പോണല്ല ഒരു ബലൂൺ കൊണ്ടുവന്നത് ക്യാമറ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ ഒന്ന് താമസിച്ചൊരു ചെറിയ റിസോർട്ടാണ് ഉണ്ടത്. കാടിൻ്റെ ഉള്ളിൽ കാടല്ല, ഫുള്ള് തേയിലത്തോട്ടം, നല്ല ഏലത്തോട്ടം കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലത്താണ്. ഇടുക്കിയിലെ വാഗമണ്ണ് അടുത്താണ് കേട്ടോ. ഏലപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ റിലേറ്റീവിൽ തന്നെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇന്നലെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ രാത്രി കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നോക്കാൻ പറ്റില്ല. അത് അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടത്തിന് നടത്തി നല്ല. ഇപ്പോൾ രാവിലെ ഇങ്ങനെ കോടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടോ. പിന്നെ കുറച്ചും കൂടി കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വാഗമണ്ണ് ഇങ്ങനെ കാണാം. നമുക്ക് അങ്ങനെ തന്നെ ജസ്റ്റ് കയറി വരാം. കയറ്റാണ് മക്കളെ, കയറാൻ കഴിഞ്ഞാൽ രാവിലെ തന്നെ. ചിക്കൻ അല്ലാണ്ട് പൊരിക്കേണ്ടി വരും. അങ്ങനെ നമ്മളേ നടന്ന് കയറിയ ഒരു മുകളിൽ ചെറിയൊരു തറ. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഹട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ വാഗമണ്ണിൻ്റെ. പിന്നെ അങ്ങോട്ട് മറ്റേ കന്നൽപ്പാറ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. നൽകിയേ അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ വെട്ടിക്കളയാം. അല്ലാതെ തേയിലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമായിരുന്നു. തൈച്ചെടി ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഷെയ്ഡ് വരും. അങ്ങനെ നമ്മൾ ഗൈസ് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. എത്ര പേട്ട നാട്ടിലെത്തിലേക്കല്ലോ. എടാ മോനെ, നീ ഉറങ്ങുകയാണോ? അല്ല അല്ല എടാ, ഈ എരുമേലും മുണ്ടക്കായും ശബരിമലൊക്കെ പോണ്. നമ്മളെ പോണ വഴിക്ക് നല്ലൊരു റബ്ബർ തോട്ടം, അത് തണൽ മരങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആണ് ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി എരിവുള്ള ബീഫിൻ്റെ കുറച്ച് കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കറിയും കുറച്ച് ഗ്രേവി ആയിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ നമ്മളെ ചാപ്പാട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, കള്ളിച്ചാപ്പിൽ എന്ന് വെച്ചാൽ നല്ല എരിവുണ്ടാവും. ഓക്കെ, അങ്ങോട്ട് ചിരിക്കുന്നോ? അപ്പൊ അങ്ങനെ നോക്കാം, നമ്മളെ ഇന്നത്തെ വരവ് ചെലവ് കണക്കിട്ടോ. അതായത് നമ്മള് പലചരക്ക് വാങ്ങിയ വകയില് 900 കോടി,
വിറക് കത്തിക്കാനുള്ള ഗ്യാസ് വാങ്ങിയത് 220 കോടി, CNG അടിച്ചത് 576 കോടി, ചായ അടിച്ചത് 220 കോടി, പാർക്കിംഗ് ഫീസ് 20 കോടി, റൂമിന്റെ റെന്റ് 1200 കോടി. പിന്നെ രണ്ടാമത്തെ ദിവസം CNG പെട്രോളിന് 1500 കോടി, ടോൾ 60 കോടി, ചിക്കൻ 220 കോടി, പിന്നെ ഒരു 560, വെജിറ്റബിൾ 30 കോടി, ഗ്രോസറി 110 കോടി. അങ്ങനെ ടോട്ടല് 8510 കോടി ചെലവായത്. അതിൽ നമ്മൾ 1000 കോടി എല്ലാവരും എടുത്തു. 3000 കോടി ഉണ്ട്, 9000 കോടി ഉണ്ട്. മൊത്തം 3000 എടുത്തേ. അപ്പൊ പെർ ഹെഡ് ഏകദേശം വന്നത് 2863 കോടി. ബാക്കിയൊരു 400 കോടി ബാലൻസ് ഉണ്ട്. അത് നമുക്ക് ഏകദേശം ഇന്നത്തെ തണ്ടലൊക്കെ അവസാനിപ്പിച്ചതാ നമ്മൾ മലപ്പുറം ടൗണിലെത്തി കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.